താമരശ്ശേരി കയറി വരുക. വർത്താനം പറയുമ്പോൾ സൂക്ഷിച്ച് വർത്താനം പറഞ്ഞില്ലെങ്കിൽ എൻ്റെ നല്ല അടി കിട്ടൂട്ടാ. ഒന്നും നോക്കിയിട്ട് കാര്യമില്ല, നോക്കി ഓടിച്ചോളൂ. കോഴിക്കോട് ഭാഗത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ പുതിയ പമ്പ് വരുന്നുണ്ടല്ലോ ഞാൻ പോലെ അങ്ങോട്ടൊക്കെ കർണാടക തമിഴ്നാട് കയറിയിട്ട് പുതിയ റോഡ് എന്തെങ്കിലും ഈ ഇതിന് ഹസാഡിൽ വേണം തോന്നുന്നു. ഈ ഗ്യാസ് ഉണ്ടോ, ഇത് ഓക്സിജൻ അല്ല, ഇത് കൊണ്ടുപോകുന്നതിന് ഹസാഡ് വോൾവോന്റെ XC90 ടാറ്റ ഒരു പുതിയ ഇലക്ട്രിക് വണ്ടി ഇറക്കിയില്ല. ടാറ്റ ഒരു വണ്ടി ഇറക്കി, കേറുവെന്നോ അങ്ങനെ തോന്നുന്നു. കേറുവോ അങ്ങനെ എന്തോ അതിന്റെ പേര് മറന്നുപോയി. ഇന്ന് കത്തൂല ഇത്രയും ലോഡും കയറി കഴിയുമ്പോ. ഏത് ഇതോ അല്ലെന്ന് ടാറ്റന്റെ ഒക്കെ ലോഡ് കയറ്റി കഴിയുമ്പോ ഇലക്ട്രിക്കലല്ല സാധനം. അല്ല മറ്റേ ഇലക്ട്രിക്കൽ വണ്ടിയല്ല, കാറിന്റെ കാര്യം പറഞ്ഞേ. കാറിന്റെ അല്ലാതെ എന്റെ ഇലക്ട്രിക്കൽ മറ്റേത് ഇറക്കിയിട്ടുണ്ട് അവര്, മറ്റേ ട്രക്കിനൊക്കെ ഇറക്കിയിട്ടുണ്ടല്ലോ. പിന്നെ അത് ടാറ്റയാണ്, അതിന് മഹേന്ദ്രയാണ്. മഹേന്ദ്ര തോന്നുന്നത് ഒറ്റ ചാർജിൽ 540-560 കിലോമീറ്റർ ഓടാം. 18 ലക്ഷം രൂപയേ ഉള്ളൂ വില. ലാഭമല്ലേ? കൂടി പോയിട്ട് വില ഒരു 500 രൂപ ആയിക്കോട്ടെ കറണ്ടിൻ്റെ പൈസ, എന്നാലും ലാഭമല്ലേ? ഈ 560 കിലോമീറ്റർ ഓടണമെങ്കിൽ എത്ര ലിറ്റർ എണ്ണ അടിച്ചാലോ? 10,000 രൂപ എണ്ണെങ്കിലും അടിക്കണ്ടേ? പുതിയ ടയർ കട്ട വീതിയുള്ള ടയർ മേടിച്ചിട്ടേക്കുന്നുണ്ടോ? അവരോട് വിളിക്കുമ്പോൾ റണ്ണിങ് അല്ലേ ഫോൺ വിളിക്കാനെന്ന് പറയണം. എത്താൻ പോകണം. ഞാൻ ചെന്നൊക്കെ കുറച്ച് വിളിക്കാം പറ്റില്ല. നമ്പറൊക്കെ എന്താ പോകാൻ വാങ്ങാനടിയാ. ആ വണ്ടി ഇവിടെ കൊണ്ടിട്ടു, ചുരത്തിൽ നിന്ന് കണ്ട വണ്ടി. നിലവിളി പണിപാളി. ആ വണ്ടിയുടെ പുറകെ കയറി ആ വളവ് പണിപാളും. പയ്യെ പോ ഒന്നല്ലെങ്കിൽ അതിന് മുമ്പിൽ കയറിപ്പോകാൻ പറ്റില്ല. അപ്പോൾ പയ്യെ പോകും. അവൻ കയറില്ല, ലോറി കയറില്ല. ഏത് ടാറ്റയല്ലല്ലോ, ഭാരത് ബെൻസ്. 10 രൂപയിൽ നമ്മൾ അവിടെ നിന്ന് കണ്ടില്ലേ ആ വണ്ടി? അല്ല, ഇത് 12 രൂപയിൽ. ആ വണ്ടിയല്ല, ഇത് മറ്റേ സാധനമാണ്. അതെന്താ ലോഡെന്നറിയോ? ഇതെന്താ ലോഡെന്നറിയോ? താമരശ്ശേരിക്കാരൻ. ഇത് മറ്റേ പശുവിന് കൊടുക്കുന്ന മറ്റേ ഇതില്ലേ, ശൈലം, ആ സാധനമാണ്. ആ ലോഡാണ്. അങ്ങനെ റൗണ്ട് ബോക്സ് വരുന്നത്. അങ്ങനെ പോലെ റാപ്പായിട്ട് വരുന്നത്.
തൃശ്ശൂർ ബസ്സില്ലേ, ആ കോഴിക്കോട് തൃശ്ശൂര്, ആ. ഒരു ദിവസം എത്ര ട്രിപ്പ് അടിക്കും? 2 ട്രിപ്പോ? അല്ല, ഒന്നവിടെ നിന്ന് ഇങ്ങോട്ടും പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ടും. അത്രേ ഉള്ളൂ. ആ അത്രേ ഉള്ളൂ. 6 മണിക്കൂർ അല്ലേ? അത് പോരല്ലോ. ആ 6 മണിക്കൂർ. 2 ട്രിപ്പ്. ചിലർ രാവിലെ ഇറങ്ങുന്നവരെ ഇപ്പോൾ 2 ട്രിപ്പ് ആയിരിക്കും. രാവിലെ ഇറങ്ങുന്നവരെ ഇപ്പോൾ 2 ട്രിപ്പ് ആയിരിക്കും. അത് ചോദിച്ചാ അതെ 2 ട്രിപ്പ് ഉണ്ടാവും. കണ്ണൂർ വണ്ടിക്ക് 2 ട്രിപ്പ് അല്ലേ? കോഴിക്കോട് കണ്ണൂരൊക്കെ ഒന്ന് ഓടിയെത്താനുള്ള പണിയാണ്. ബസ്സുകാരൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. റോഡ് പണി നടക്കുന്നുണ്ടേ. ഓടിയാൽ പിന്നെ ബ്ലോക്കും. ഈ വലിയ വണ്ടികൾ, ഇതേപോലത്തെ വലിയ വണ്ടികളെ മുമ്പിൽ കുടുങ്ങിയാലേ അത് സിംഗിൾ ലൈൻ ആയതുകൊണ്ട് അവർ പോയി പയ്യെ പുറകെ പിടിക്കണം. പിണറായി വരുന്നുണ്ട്. ആര് വന്നാലും നമ്മൾക്കൊന്നുമില്ല. ബോഡിയെടുക്കുക എത്ര ടണ്ണം ഇതായിരിക്കും, വെയിറ്റ് ആയിരിക്കില്ലേ ഇതിന്? ബോഡിക്ക് നല്ല വെയിറ്റ് ഇല്ലേ? ഈ വണ്ടീൻ്റെ ആ ബോഡിക്ക് തന്നെ ഒരു 5 ടൺ ഉണ്ടാവില്ലേ? പിന്നെ 5ഒന്നുമല്ല, മൊത്തം വെയിറ്റ്, വണ്ടീൻ്റെ മൊത്തം വെയിറ്റ് തന്നെ ഒരു 12-13 ടൺ ഉണ്ടാവും. വണ്ടി വെയിറ്റ് മാത്രം. അതിലേക്ക് പിന്നെ ഹെവി ലോഡ് കൂടെ അല്ലേ കയറ്റുക. സമയത്തിനെ 11:45 അങ്ങനെ താമരശ്ശേരിയിലേക്ക് പ്രവേശിക്കാം. താമരശ്ശേരി എത്തി. അടുത്ത ഡെലിവറി ലൊക്കേഷൻ ഇവിടെയാണ്. ഞങ്ങളിവിടെ വണ്ടി ഇട്ടിട്ട് ഇവിടെ ചായ കുടിക്കും. അത് 24 hours. ലോങ്ങൊക്കെ പോയിട്ട് വരുവാണെങ്കിലും പോവുകയാണെങ്കിലും അവിടെ ജസ്റ്റ് ചവിട്ടി ഒരു കട്ടൻ ചായയും കുടിച്ച് പിന്നെ ഒരു ഒറ്റ പൊട്ടിക്കലാണ്. ഇവിടെ ലെഫ്റ്റ് കയറി പിന്നെ ഇവിടെ നിർത്തില്ല. പിന്നെ നേരെ അങ്കമാലി ചെന്ന് അങ്കമാലിയിൽ നിന്ന് മൂവാറ്റുപുഴയ്ക്ക് തിരിയുന്നതിൻ്റെ അവിടെ നിർത്തി അവിടെ നിന്ന് ഒരു കട്ടൻ കുടിക്കും. അല്ലെങ്കിൽ മൂവാറ്റുപുഴ ചെന്ന് മൂവാറ്റുപുഴയിൽ നിന്ന് ഒരു കട്ടൻ കുടിക്കും. ഇത് ഇവിടെ റോഡിൻ്റെ ഇതുപോലെ അവിടേക്ക് എത്തുമ്പോൾ 3 മണി 3:30 4. ഇന്നലെ റോഡൊക്കെ ഇന്നലെ കയറി പോയാൽ മതിയായിരുന്നു രാത്രി തന്നെ. താമരശ്ശേരി ഭയങ്കര ചൂടാണ്. കറുത്ത ഷർട്ട് ഇട്ടുണ്ട്. ടീഷർട്ട് ഇട്ടോ? ഉഷാക്ക് കിടക്കുന്നുണ്ടോ? ഇങ്ങോട്ട് ലെഫ്റ്റ് പിടിച്ചോ. സാധനം സ്റ്റാർട്ടായതുകൊണ്ട് ഇത് മൂവായി എല്ലാവരും അറിഞ്ഞ് അയക്കഴിഞ്ഞാൽ സെയിലാവും അല്ലേ? പിന്നെ ബൾക്ക് ഓർഡറൊക്കെ വന്നു തുടങ്ങും. അപ്പോൾ പിന്നെ ഒരു ഡ്രൈവറൊന്നും പറ്റില്ല, 2-3 ഡ്രൈവറൊക്കെ പറ്റും. പിന്നെ ഇറക്കാൻ ആ വണ്ടി വരുന്നേക്ക് കർണാടകയുടെ KSRTC.
2.5 കോടി 3 കോടി റുപ്യ 2.5 കോടി റുപ്യയുടെ മുതലാണ് വരുന്നത്. അല്ല വോൾവോയുടെ XC90 അത്ര ചെറുതാണല്ലോ, ഒതുങ്ങിയിരിക്കുന്നത്. അത് നമുക്ക് തോന്നുന്നില്ലേ ഇപ്പൊ ഇറങ്ങുന്ന പുതിയ മോഡല്? അത് ഈ ബസ്സിന്റെ അത്ര വീതി പോലും ഇല്ലല്ലോ. ഉണ്ട് അത് തോന്നുക. ഇതാണ് താമരശ്ശേരി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്. മർക്കോസ് ഇവിടെ ഉണ്ടാവില്ല, മർക്കോസ് ഡ്യൂട്ടിക്ക് വേണ്ടോ? ഇതാണ് പണ്ട് നമ്മുടെ പപ്പു പറഞ്ഞ താമരശ്ശേരി ചുരത്തിന് പറയുന്ന താമരശ്ശേരി ചുരം. ഇവിടുന്ന് ഒരു 10-25 കിലോമീറ്റർ അപ്പുറത്താണ് താമരശ്ശേരി ചുരം. കോഴിക്കോട് ജില്ലയും വയനാടിനെ കൂടെ ബന്ധിപ്പിക്കുന്നതാണ് താമരശ്ശേരി ചുരം. മാമന്മാർ രാവിലെ ഇറങ്ങിയിട്ടുണ്ടല്ലോ. ഓയിലൊക്കെ ചെക്ക് ചെയ്തിരുന്ന വണ്ടിയിലെ മറ്റേ സാധനം ഒഴിക്കില്ല. ഇതാണ് KSRTC താമരശ്ശേരി. ഇവിടെ ഡെലിവറി ഉണ്ട്. ഡെലിവറി കഴിഞ്ഞ് ബാക്കി